മറ്റുമാതി എല്ലാ ചാനലുകളും കൈരളിയും മറ്റൊന്ന് രണ്ട് ചാനൽസിലും എല്ലാ മെയിൻ സ്ട്രീം ചാനലുകൾ വാർത്ത കൊടുത്തു. എഫ്ഐആർ പുറത്തുവിട്ടപ്പോഴാണ് ഇതിന്റെ വസ്തുതകൾ അറിയുന്നത്. പക്ഷേ 3 ഗ്രാം കഞ്ചാവ് എങ്ങനെ ഈ 9 പേരുടെ കൈ വരുന്നത്? ഇതിൽ ഏതെങ്കിലും ഇനി അതിസംശയം ഉണ്ടെങ്കിൽ 90 ഗ്രാം കഞ്ചാവ് പിടിച്ചു എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞ് ശബ്ദരേഖ പുറത്തുവിടാൻ തയ്യാറാ. ആ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ജീവിതം കോഞ്ഞാട്ടയാക്കലെന്ന് ഉറപ്പ് റെജി ലൂക്കോസ് പറയാമെങ്കിൽ, അയാളെ ഹോസ്ദുർഗിന് ട്രാൻസ്ഫർ അടിച്ച് ജീവിതം മുടിപ്പിക്കലെന്ന് ഉറപ്പ് റെജി ലൂക്കോസ് പറയാമെങ്കിൽ പുറത്തുവിടാം. എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത് 90 ഗ്രാം കഞ്ചാവ് എങ്ങനെ എഫ്ഐആറിലേക്ക് 3 ഗ്രാം എത്തിയതെന്ന് സർക്കാർ വിശദീകരിക്കട്ടെ. അത് എം പി രാജേഷ് പറയട്ടെ. അതൊക്കെ അവര് പറയട്ടെ, നമ്മളതിനെ തർക്കിക്കാനാണല്ലോ. അതുകൊണ്ട് ആ കഞ്ചാവ് പിടിച്ച കണക്കൊന്ന് നിർത്തിക്കോ. ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ നമ്മുടെ യു പ്രതിഭ മാഡത്തിൻ്റെ MLA മകൻ, എൻ്റെ പേരെനിക്കറിയില്ല, പുള്ളിയൊരു കേസ് നമ്മൾ കണ്ടു ഡിസംബർ 28-ാം തീയതി. അന്നോട്ടേ നമുക്ക് മാധ്യമങ്ങളിൽ ഈ വാർത്ത കാണുമ്പോൾ തന്നെ സംശയങ്ങളുണ്ട്, തർക്കങ്ങളുണ്ട്. അതിന് റിക്കവർ ചെയ്ത ക്വാണ്ടിറ്റി 90 ഗ്രാംസ് ആണോ, എബവ് ആണോ, ബിലോ 90 ഗ്രാംസ് ആണോ, മാക്സിമം 90 ഗ്രാംസ് ആയിട്ടാണ് ഫസ്റ്റ് റിപ്പോർട്ടേഴ്സ് പറഞ്ഞത്. അങ്ങനെ ന്യൂ ഇയർ ആയി അത് കഴിഞ്ഞു, ആ ഒരു പുകിൽ കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് ഫെബ്രുവരി 24, 2025 മീഡിയാസ് ഈ ഒരു പരാതിയുടെ ഫോളോ അപ്പ്, അതായത് ഈ പിടിച്ച പയ്യൻ്റെ അമ്മ MLA മുഖ്യമന്ത്രിക്ക് എന്തോ കൊടുത്തു. മുഖ്യമന്ത്രി എക്സൈസ് കമ്മീഷൻ അന്വേഷിക്കണമെന്നാണ് പറയണത് കേട്ടോ. ഇതിൻ്റെ കാര്യം ഞാൻ പറയാം. നമ്മുടെ ഏജൻസി പരമായിട്ട് നമ്മൾ ഈ ജനുവരി ആദ്യവാരത്തിന് മുമ്പും ജനുവരി മാസത്തിലും ഇത് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ക്വാണ്ടിറ്റി വാട്ട് ഹാപ്പൻഡ് എന്നുള്ളത് FIR ഡീറ്റെയിൽസ് കിട്ടി. അത് വലുതായിട്ട് പരാമർശിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ഞാൻ പറയാം, മറന്നു പോകണ്ട, ഞാൻ ഇപ്പോൾ തന്നെ പറയാം ഇതിനെക്കുറിച്ച്. ഇവിടെ NDPS ആക്ട് പ്രകാരം ഇവിടെ എഴുതിയേക്കുന്നത് അവിടെ ഉണ്ടായ സംഭവം ആണ്. പക്ഷെ അങ്ങനെയല്ല ഒരു FIR പ്രിപ്പയർ ചെയ്യേണ്ടത്. ബോത്ത് സൈഡ്സ് ഓഫ് ഇഷ്യൂ, ഫ്രം എവിടെ നിന്ന് ഡ്രഗ്സ് വന്നു, വെയർ, അതാണ് മാത്രമേ അത് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. 2 ഇതെല്ലാം കൂടി ചേർത്ത് വൈ എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഇവർ FIR പൊളിയും കോടതിയിൽ, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇത് ഈ ഇപ്പോൾ എഴുതി വെച്ചേക്കണ 3 ഗ്രാമിന് 5000 രൂപയോ എത്രയോ പെറ്റിയുള്ളൂ. ഇപ്പോൾ കോടതിയിൽ പുതിയതെങ്കിൽ അല്ല, മാക്സിമം 6000 രൂപ അത്രയും എന്തോ പെറ്റിയുള്ളൂ. അപ്പോൾ ഇത് വലിയ ക്രൈമല്ല ശരിക്കും പറഞ്ഞാൽ. ഇവർ ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഡ്രഗ്സിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവരെ അത് ബോധവൽക്കരണം ചെയ്ത് ഗവൺമെൻറ് ഹാബിലിറ്റേഷനിൽ കൊണ്ടുപോയി അവരുടെ ഫെസിലിറ്റീസ് അലവ് ചെയ്ത് ഇവരതിന് റിക്കവർ ചെയ്ത് കൊണ്ടുവരികയാണ് വേണ്ടത്. ഓക്കെ, 3 ഗ്രാം കഞ്ചാവ് പിടിച്ചിട്ട് വാർത്തയിൽ വന്ന് ഇടം പിടിച്ച ഏക ഒരു വാർത്തയായിരിക്കും ഇത്. അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഞാനിത് നമ്മൾ ഏജൻസിപരമായിട്ട് ഇത് ഫോളോ അപ്പ് ചെയ്ത് നമുക്കിത് വാർത്തയിൽ കേൾക്കുന്ന അറിവ് വെച്ചിട്ട് മാത്രം നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ട് നമ്മളൊരു പോലീസ് സ്റ്റേഷനിലോട്ട് അയച്ചു. അതിപ്പോഴും രജിസ്റ്റേർഡ് സ്റ്റാറ്റസിലാണ്. അവിടെ എല്ലാം ഒന്ന് മനസ്സിലാക്കി നമ്മൾ അവരുടെ അഡ്വൈസ് പ്രകാരം ഇന്ന സ്റ്റേഷനിലോട്ട് അയച്ചു. അവരും എൻക്വയറി ചെയ്ത് റിപ്പോർട്ട് സമർപ്പിച്ച് അവിടെയല്ല സംഭവം, അടുത്ത സ്റ്റേഷനിലോട്ട് അയച്ചു. ഈ വാർത്ത കണ്ടപ്പോഴാണ് ഞാൻ ഈ എക്സാക്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 2 സ്റ്റേഷനിലേക്കായി അങ്ങോട്ട് അയച്ചു. അതിപ്പോൾ ഇന്നാണ് അയച്ചത്. ഇത് കൂടാതെ ഞാൻ നേരത്തെ 2 അയച്ചപ്പോൾ, അതായത് ഡിസംബർ അവസാനവും ജനുവരി ആദ്യവാരവും അയച്ചപ്പോൾ ഞാൻ മെയിൽ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഫോർവേഡായി പോയി. സഡൻ നെസസറി ആക്ഷൻ എടുക്കാൻ വേണ്ടി നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് കമ്മീഷണർക്ക് ആയിട്ട് ഫോർവേഡ് ചെയ്തായിട്ടാണ് അറിഞ്ഞത്, എക്സൈസ് കമ്മീഷൻ. ഇതുവരെ ഒരു അപ്ഡേറ്റോ ഒന്നുമില്ല. 1.5 മാസം മേളിലായെന്ന് തോന്നുന്നു. 1.5 മാസം അടുത്ത് എന്തായാലും ആയി. അപ്പോൾ ഇവിടെ ഈ പയ്യൻ്റെ പരാതി ഫോർവേഡായി മുഖ്യമന്ത്രിയോട് സ്പീഡപ്പ് ആയതുകൊണ്ട് ഇവിടെ ആരെയാണ് തോപ്പിക്കാൻ നോക്കുന്നത്? ഇവരുടെ കയ്യിലാണ് ഭരണവും, ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റുമാണ്, ഇവരാണ് അത് നിയന്ത്രിക്കുന്നത്. ഇവിടെ പൊളിറ്റിക്കൽ ചോ വെച്ചിട്ട് ഡ്രഗ്സ് കൺട്രോൾ ചെയ്യണം. പക്ഷേ ഇവിടെ അത് പ്രതിഫലിച്ചേക്കുന്നത് പേഴ്സണലി ആയിട്ടാണ്. അതായത് ഇപ്പോൾ നമ്മുടെ 2 ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ടുണ്ട് അങ്ങോട്ട്, കമ്മീഷൻ ഓഫീസിൽ വേണ്ടതുണ്ട്. മറ്റുള്ളവർ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞു ഒന്ന് പിടിക്കാൻ പോയവർ. ഇവിടെ വരുന്ന 2 കാര്യം, ചിലപ്പോൾ ഇവർ ഫേക്കായിട്ട് പുല്ല് അല്ലെങ്കിൽ എന്തെങ്കിലും അതേപോലെ സബ്സ്റ്റൻസസ് ആണെന്ന് പറയുമായിരിക്കും. 90 ഗ്രാംസ് നോക്കിയപ്പോൾ എക്സാക്റ്റ് 2-3 ഇതേ ഉണ്ടായുള്ളൂ, അതുകൊണ്ട് 3 ഗ്രാംസ് ആക്കി. കപ്പായത്തണ്ടും പോകുമ്പോൾ അവിടെ ഇരിക്കട്ടെ, അതാക്കി. അപ്പോൾ ഒന്ന് അങ്ങനെ ആക്കാൻ പറ്റും.
രണ്ടാമത്തെ കാര്യം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇവരിത് കൊടുത്ത് ഇവർക്ക് പറ്റിപ്പോയി തെറ്റാണ്, അല്ലെങ്കിൽ ഇവർക്ക് ട്രിവാൻഡ്രത്ത് സ്പെഷ്യൽ സ്ക്വാഡ് വന്നാണ് ഹാൻഡ് ഓവർ ചെയ്തത് എന്നൊക്കെ ഒരു മെനഞ്ഞ് 3 ഗ്രാം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലെത്തുമ്പോൾ ഈ ചെറിയ 5000 രൂപ പെറ്റി കേസിന് ഇവർ വാദിച്ച് ഈ 92(3) ആക്കിയതുപോലെ ഇവരുടെ റെപ്യൂട്ടേഷൻ അനുബന്ധിച്ച് ഡ്യൂട്ടി പ്രകാരം ഫ്യൂച്ചർ അലിഗേഷൻസ് വരാണ്ടിരിക്കാൻ വേണ്ടി 3 ഗ്രാം എഴുതി ചേർത്ത് അവരുടെയുള്ള ഈ ഡ്രഗ്സ് ഇവരുടെ പേരിൽ വെച്ചാണ് ഈ 3 ഗ്രാം കഞ്ചാവ് എന്നാക്കി ഈ കേസ് സ്ക്വാഷ് ചെയ്യാനുള്ള പരിപാടിയാണെന്നാണ് അടുത്ത ഒരു ഓപ്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് പേഴ്സണലി പൊളിറ്റിക്കൽ പവർ പേഴ്സണലി എടുത്ത് സൊസൈറ്റിയിൽ ഈ ഒരു ഡെവിൾ ഡ്രഗ്സ് അതിൻ്റെ ഗൗരവം കാണാതെ പവർ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ വാട്ട് ഓൺലി പേഴ്സണൽ. നമ്മളൊരു പരാതി കൊടുത്ത് എൻക്വയറി വരും, പക്ഷേ ഇത് 3 ഗ്രാമിനാണെന്ന് ഓർക്കണം. ഞാനിന്നാൾ 2 ഗ്രാം MDMA അതിൻ്റെ കഥ ഞാൻ പറയാം, പിന്നെ വേറൊരു അവസരം പറയട്ടെ, ഇപ്പം തന്നെ പറയാം. എന്നിട്ട് ഇവർക്കത് എന്ത് ചെയ്യാനുള്ള എന്ത് ചെയ്യും എന്നുള്ളതായിട്ട് ഇവർ തിരിച്ച് ആ പെട്രോളിനെ കൊടുത്തിട്ട് വലിയ തണം വെയിറ്റ് ചെയ്യാനും അതിനുള്ള. വേറൊരു സ്ഥലത്ത് അറിഞ്ഞത് നമ്മുടെ ആലുവ എറണാകുളത്ത് മിക്ക എക്സൈസും ഇവർ പൈസ വില പേശുണ്ടെന്നാണ് അറിഞ്ഞത്. അല്ലെങ്കിൽ 5 kg ഒക്കെ പിടിക്കുമ്പോൾ 3 kg ഒക്കെയാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇറ്റ്സ് ഓൾ അലിഗേഷൻ, ബട്ട് ഹയർ ഒഫീഷ്യൽസാണ് നമ്മളത് ഷെയർ ചെയ്തത്. അപ്പോൾ ഇവിടെ പ്യുവർലി പേഴ്സണൽ റിവെഞ്ചാണിത്. പക്ഷേ ഇത് സൊസൈറ്റീനെ ഇത് ബാധിക്കുന്നുണ്ട്. ജനങ്ങൾ ആ ഫ്ലോയിലായതുകൊണ്ട്, ജനങ്ങൾ ഒരു കരുതകളായതുകൊണ്ട്, അവരെ ഈ പൊളിറ്റിക്കൽ വലയത്തിൽ ഇവരകപ്പെട്ടു പോയതുകൊണ്ട്, ചൂണ്ടുവിരലായി അകപ്പെട്ടു പോയതുകൊണ്ട് ഇവർക്ക് താല്പര്യമില്ല. ഇവർക്ക് അതിൽ തന്നെ കറങ്ങി തിരിയാനാണ് താല്പര്യം. അപ്പോൾ ഇതൊരു പക്ക നാഷണൽ ഇഷ്യൂ ആണിത്. ഞാൻ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, ഞാനൊന്ന് മെയിൽ ഫോർവേഡ് ചെയ്ത് വീണ്ടും കുറച്ചും കൂടി ഒരു മാറ്റർ അറ്റാച്ച് ചെയ്ത് മെയിൽഡീസ് വെച്ചിട്ട് ഞാൻ വീണ്ടും ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മേ ബി ഇതൊരു ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന ഒരു പ്രൈവറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇവരുടെ ഒരു പൊളിറ്റിക്കൽ പവർ വെച്ചാണ് ഇപ്പോൾ അത് എൻക്വയറി നടന്ന് ഇങ്ങനെയൊക്കെ മെയിൽ വന്നേക്കുന്നത്. നമ്മളിത് കറങ്ങി ചെല്ലുമ്പോൾ 1-2 മാസം ആവുമായിരിക്കും, അല്ലെങ്കിൽ അതുപോലെ നീക്കുമായിരിക്കും തള്ളി. ഓൺലൈൻ സ്പീഡാണ്, പിന്നെ അവരുടെ കയ്യിലകത്ത് തള്ളി നീക്കണതൊക്കെ. അപ്പോൾ അതേപോലെ നീക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇപ്പോൾ ഞാൻ 2 ഓപ്ഷൻസ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആയി മാറ്റർ വെച്ച് ഇത് ക്ലോസ് ചെയ്യും. ഇറ്റ്സ് ഓൾറെഡി സോൾവ്ഡ് എന്ന് പറഞ്ഞത്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെന്നല്ല ഇനിയും എന്തുകൊണ്ട് നമ്മളിപ്പോൾ ഇവർക്ക് ഡ്രഗ് അനലൈസർ മെഷീൻ വെച്ചിട്ട് ഒരു ഡാറ്റ എടുത്തുകൂടാ? എന്തുകൊണ്ട് ഇവർക്ക് ഇത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിൻ്റെ അടുത്ത് എക്സൈസ് പോയില്ല? ഇതാർക്ക് വേണ്ടി പേഴ്സണൽ യൂസ് ആണെങ്കിൽ ഹുമോൾ അവർക്ക് എന്തുകൊണ്ട് ഒരു ഗൈഡൻസ് കൊടുത്തിട്ടുണ്ടാവാം, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശങ്ങൾ, നമ്മുടെ NGO പ്രകാരം നമ്മുടെ ഉദ്ദേശങ്ങൾ ഇതൊക്കെയാണ്. ഈ ചെറിയ ക്വാണ്ടിറ്റീസും ഇതൊക്കെ പിടിച്ചിട്ട് കേസായി പബ്ലിക്കലി അറിയിച്ചു എന്നല്ലാതെ വൈ ദേ ഡോണ്ട് ഗോ ടു മീൻ ദി കിങ് പിൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇവർ എയർ ട്രാക്കിംഗ് വെച്ചിട്ട് ഇവരൊന്നും ലിസ്റ്റ് ചെയ്യുന്നില്ല? അപ്പോൾ ഞാൻ ഇത് വെച്ചത് ഈ വാർത്ത സംബന്ധിച്ചിട്ട് ഞാൻ വെച്ചത് നമുക്ക് 90 ഗ്രാംസ് ആണെന്നുള്ള ഒരു ഡിബേറ്റിൻ്റെ പരമായിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് വെച്ചിട്ടാണ് ഞാനിത് കൊടുത്തത്. പക്ഷേ ഇതുവരെ ഒരു അപ്ഡേറ്റ് ഒന്നുമില്ല. അതുമാത്രമല്ല, നമ്മൾ ഈ തുണ ആപ്പിൽ ഞാൻ പറഞ്ഞില്ലേ 3 സ്റ്റേഷനിൽ നമ്മൾ കൊടുത്തു. ആക്ച്വലി ദേ ഷുഡ് ഫോർവേഡ് ദി കംപ്ലയിൻറ്റ്. അവരുടെ സ്റ്റേഷനിലല്ല ഈ പരാതി എങ്കിൽ എവിടെയാണെന്ന് ഇൻസിഡൻറ്റ് ഒക്കെ ചെയ്തോ അത് അവർ ഫോർവേഡ് ചെയ്യേണ്ടതാണ്. മേ ബി നമ്മുടെ അത്ര സ്ട്രിക്റ്റ് ഇല്ലാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ സ്ട്രിക്റ്റ് എന്നല്ല പറയുന്നത്, അത്രയും ഇവർ കറപ്റ്റഡ് ഗവൺമെൻറ് ആയതുകൊണ്ടാണ്. ഇതൊരു കമ്മ്യൂണിറ്റീസ് സ്ട്രോങ് ആവണം, എന്നാലാണ് നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഒരു മാൻ പവർ കൊടുത്ത് അവിടെ കൺട്രോൾ ചെയ്യാനുള്ള സദാചാരമല്ല ഉദ്ദേശിക്കുന്നത്. ദിസ് ഫുള്ളി ഒഫീഷ്യൽ in this sense they should register the community and work like an NGO or trust, anything, it depends. അപ്പോൾ എനിക്കിതാണ് പറയാനുള്ളത്. മാഡത്തിന് ഞാൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചാണ് ജനുവരി ആദ്യ വാരമൊക്കെ, പക്ഷേ എന്തോ സമ്മേളനത്തിൻ്റെ കാര്യമായിട്ട് അങ്ങനെ ഫോർവേഡ് കിട്ടിയില്ല എനിക്ക്. ഇവരുടെ PA ആയിട്ട് സംസാരിച്ചത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു
വിഷയം ഞാൻ നടത്തി വിടുന്നത്. പക്ഷേ അവർക്കത് കേൾക്കേണ്ട ആവശ്യമില്ല. അത് സമ്മൺ ഹു സീ ന്യൂസ് ആൻഡ് കോളിംഗ് ഹെയർ അതേപോലെയൊക്കെ ജസ്റ്റ് മീ ഗോസിപ്സ്. അപ്പോൾ നോക്കാം എന്താണ് ഇവർ പറയാൻ പോകുന്ന കാരണമെന്ന്. ഞാൻ ഇതിൻ്റെ ഫോളോ അപ്പ് ഇടാം. എനിക്ക് വരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഞാൻ ഫോളോ അപ്പ് ഇടാം. ഓക്കെ, ഒരു കാര്യം ഉറപ്പാണ്, അവൻ ഫ്രീക്കിംഗ് ഉള്ളതാണ്.